കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ ജോസഫിന്റെ നൂതന കണ്ടുപിടുത്തമാണ് പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഇദ്ദേഹം കിടപ്പു രോഗിയെ മറ്റൊരിടത്തേക്ക് മാറ്റുക, നിലത്തുവീണ രോഗിയെ പൊക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ കണ്ടുപിടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ഇദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് പരീക്ഷണശാല. കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട കോതമംഗലം രാമല്ലൂർ സ്വദേശി പീച്ചനാട് ജോസഫ് ആതുര സേവന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. തേൻ സംസ്കരണ യന്ത്രം, വിവിധതരം വീൽ ചെയറുകൾ, പുല്ലുവെട്ടി യന്ത്രം എന്നിവയിൽ തുടങ്ങി ഇന്ന് കിടപ്പ് രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും വീണുപോയ രോഗിയെ പൊക്കിയെടുക്കാനും സഹായിക്കുന്ന പേഷ്യന്റ് ലിഫ്റ്റിംഗ് ചെയറാണ് സാധ്യമാക്കിയിരിക്കുന്നത്. ഈ ഉപകരണത്തിന്റെ പേര് പേഷ്യന്റ് ലിഫ്റ്റിംഗ് ചെയർ എന്നാണ്. പേഷ്യൻ്റ് നിലത്ത് വീണ് പോയാൽ പൊക്കിയെടുക്കാനായിട്ട് ഇത് ഉപകരിക്കും. അതുപോലെ കട്ടിൽ കിടക്കുന്ന രോഗിയെ എടുത്തിട്ട് സ്ട്രെച്ചറിലേക്ക് വെക്കാനോ, അല്ലെങ്കിൽ കസേര വീൽ ചെയറിലേക്ക് വേറെ വീൽ ചെയറിലേക്ക് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ കൺസൾട്ടിങ് ടേബിളിലേക്കോ അല്ലെങ്കിൽ സ്ട്രെച്ചർ കൊണ്ടുവരുന്ന ടേബിളിലേക്കോ വെക്കാനായിട്ട് സാധിക്കും. കാറിൽ കയറ്റാൻ പറ്റും, കാറിൽ നിന്ന് ഇറക്കാൻ പറ്റും. ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തിരിക്കാൻ പറ്റും രോഗിയെ ഇരുത്തിയിട്ട്. ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, വലിയ ഉപകാരമായെന്ന് പറയാറുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം ഇന്നേ വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഹൈഡ്രോളിക്കാണ് കാണുന്നതെല്ലാം. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഹൈഡ്രോളിക്കിന് തകരാറ് സംഭവിച്ചാൽ പേഷ്യൻ്റ് നേരെ താഴ്ത്തോട്ട് വരും എന്നുള്ളതാണ്. ഇതിൽ അങ്ങനെ എവിടെ നിൽക്കുന്നോ കേട് വന്നാൽ പോലും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും എവിടെ പേഷ്യൻ്റ് നിൽക്കണോ ആ പോയിന്റിൽ നിൽക്കും. താഴ്ത്തോട്ടും പോകില്ല, മുകളിലോട്ടും പോകില്ല. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ജോസഫ് ഊർജ, ജല സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ഇദ്ദേഹം സർക്കാർ വകുപ്പിൽ നിന്ന് വിരമിച്ച ഭാര്യ എൽസമ്മയുടെയും മകൾ ടിഷ്യു, ഭർത്താവ് സിജോ, കൊച്ചുമക്കളായ നടാഷ, ഇഷാൻ എന്നിവരുടെ പിന്തുണയോടെ വീട്ടിൽ തന്നെ പരീക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. ഇത് രോഗികളെ എത്ര വേണമെങ്കിലും നമുക്ക് പൊക്കിയെടുക്കാം. എത്രയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം. ഇതിലും കൂടുതൽ പൊക്കണമെന്ന് പറഞ്ഞാൽ അതിലും പൊക്കാം. ഇതിൻ്റെ മെത്തേഡൊന്ന് മാറ്റിയാൽ മതി. ഈ ഫ്ലോർ വരെ കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് ഇന്നവരെ ചൈനക്കാരന് ഇറക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പുറകിൽ നിന്നുകൊണ്ട് ഒരു ബൈസ്റ്റാൻഡർ ഇതുപോലെ ഇങ്ങനെ ചവിട്ടി ഇറക്കണം. ഇതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് വേണമെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ താഴ്ത്തുന്ന ഒരാളെ പൊക്കിയെടുത്ത് ബെൽറ്റ് ഉണ്ട് ഇതിൽ. ആ ബെൽറ്റിൽ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബെൽറ്റ് ഇട്ടിട്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഈ ആളെ നമുക്ക് എത്ര പൊക്കമുള്ള ഒരു ടേബിളിൻ്റെ, ഇപ്പോൾ ഡോക്ടർക്ക് കൺസൾട്ടിങ് ടേബിൾ ആണെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിലേക്ക് ആളെ പൊക്കിക്കൊണ്ട് പോകാം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.